ട്രയൽ ആൻഡ് എറർ തിയറിയിൽ നിന്നും തോണ്ടയ്ക്ക് ആവിഷ്കരിച്ച ട്രയലോഗി ഓഫ് ലേണിങ്ങിനെ കൂടാതെ മറ്റു ചില നിയമങ്ങൾ കൂടി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയാണ് തോണ്ടയ്ക്കിൻ്റെ അനുബന്ധ നിയമങ്ങൾ അല്ലെങ്കിൽ സബോർഡിനേറ്റീവ് ലോസ് ഓഫ് ലേണിംഗ്. ഈ സബോർഡിനേറ്റീവ് ലോസ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. തോണ്ടയ്ക്കിൻ്റെ അനുബന്ധ നിയമങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. സബോർഡിനേറ്റ് ലോസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ തോണ്ടയ്ക്കിൻ്റെ അനുബന്ധ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഈ അനുബന്ധ നിയമങ്ങൾ: ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് അനാലോഗി, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, ലോ ഓഫ് പൊളാരിറ്റി. ഈ 6 എണ്ണമാണ് സബോർഡിനേറ്റീവ് ലോസ് അല്ലെങ്കിൽ തോണ്ടയ്ക്കിൻ്റെ അനുബന്ധ നിയമങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ബഹുവിധ പ്രതികരണ നിയമം. രണ്ടാമത്തേത് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, മനോഭാവ നിയമം. ലോ ഓഫ് അനലോഗി, സദൃശ്യ നിയമം. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, സംയോജിത വ്യതിയാന നിയമം. ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, ഘടകങ്ങളുടെ പ്രഭവ നിയമം. ലോ ഓഫ് പൊളാരിറ്റി, ധ്രുവീകരണ നിയമം. ഇത്രയുമാണ് സബോർഡിനേറ്റീവ് ലോ ഓഫ് ലേണിംഗ്. ഇവയിൽ ആദ്യത്തെ നിയമമായ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് അല്ലെങ്കിൽ ബഹുവിധ പ്രതികരണ നിയമം എന്താണെന്ന് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, എ പേഴ്സൺ വിൽ ട്രൈ ഡിഫറെൻറ്റ് റെസ്പോൺസസ് അൻറ്റിൽ ദേ ഫൈൻഡ് ദ കറക്റ്റ് വൺ. എ പേഴ്സൺ വിൽ ട്രൈ ഡിഫറെൻറ്റ് റെസ്പോൺസസ് അൻറ്റിൽ ദേ ഫൈൻഡ് ദ കറക്റ്റ് വൺ. ഈ ഒരു നിയമത്തിൽ പറയുന്നത്, ഒരു വ്യക്തി ഒരു പുതിയ സന്ദർഭത്തെ നേരിടുന്ന സമയത്ത് ശരിയായ പ്രതികരണത്തിൽ അയാൾ എത്തിച്ചേരുന്നതിന് മുൻപ് പല രീതികളിൽ ഈ ഒരു സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തോട് പ്രതികരിക്കുന്നു. പല രീതികളിൽ പ്രതികരിച്ചതിന് ശേഷമാണ് ശരിയായ ഒരു പ്രതികരണത്തിലേക്ക് ഇയാൾ എത്തിച്ചേരുന്നത്. ഇതാണ് ഈ ഒരു മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് അല്ലെങ്കിൽ ബഹുവിധ പ്രതികരണ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, മനോഭാവ നിയമം. ലോ ഓഫ് ആറ്റിറ്റ്യൂഡിൽ എന്താണ് പറയുന്നത്? എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് വിൽ ഇൻഫ്ലുവൻസ് ദെയർ ലേണിംഗ്. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? അയാളുടെ പഠനത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. പഠനത്തിൽ ഒരു വ്യക്തിയുടെ മനോഭാവത്തിന് അല്ലെങ്കിൽ മനോനിലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചെയ്യേണ്ടുന്ന പ്രവൃത്തിയോട് അല്ലെങ്കിൽ പഠന സാഹചര്യത്തോട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം വളർത്തിയെടുത്താൽ വ്യക്തിയെ കൊണ്ട് നമുക്ക് ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പഠന പ്രക്രിയയിൽ വ്യക്തിയെ ഏർപ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ അയാൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനും പറ്റും. മൂന്നാമത്തെ നിയമമാണ് ലോ ഓഫ് അനലോഗി അല്ലെങ്കിൽ സദൃശ്യ നിയമം. എന്താണ് ലോ ഓഫ് അനലോഗി? എ ന്യൂ സിറ്റുവേഷൻ പ്രൊവോക്സ് similar responses in an individual that he had made earlier in similar situations and had met with success. A new situation provokes similar responses in an individual that he had made earlier in similar situations and had met with success. ലോ ഓഫ് അനാലോഗി പറയുന്നത്, ഒരു വ്യക്തി ഒരു പുതിയ സന്ദർഭത്തോട് പ്രതികരിക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിന് സമാനമായ മറ്റെന്തെങ്കിലും ഒരു സന്ദർഭം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഈ പുതിയ സന്ദർഭത്തെ ആ പഴയ സന്ദർഭവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. പഴയ സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ ഈ ഒരു പുതിയ സന്ദർഭത്തിനെ എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇവിടെ സാദൃശ്യ പ്രതികരണമാണ് നടത്തുന്നത്. പുതിയൊരു സന്ദർഭം വരുമ്പോൾ പഴയ ഒരു സന്ദർഭവുമായിട്ട് എന്ത് ചെയ്യുന്നു? സാദൃശ്യപ്പെടുത്തി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ലോ ഓഫ് അനാലോഗി അല്ലെങ്കിൽ സദൃശ്യ നിയമം എന്ന് പറയുന്നത്. നാലാമത്തെ ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ്. എ പേഴ്സൺ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് എനി സ്റ്റിമുലസ് ടു വിച്ച് എ ലേണർ ഈസ് സെൻസിറ്റീവ്. ദിസ് മീൻസ് ദാറ്റ് a response can be shifted from one stimulus to another. ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിങ്ങിനെ പറയുന്നത് സംയോജിത വ്യതിയാന നിയമം എന്നാണ്. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. എ പേഴ്സൺ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് എനി സ്റ്റിമുലസ് ടു വിച്ച് എ ലേണർ ഈസ് സെൻസിറ്റീവ്. ദിസ് മീൻസ് ദാറ്റ് എ റെസ്പോൺസ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ സ്റ്റിമുലസ് ടു അനദർ.
ഈ ഒരു നിയമത്തിൽ പറയുന്നത് പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭമാണെങ്കിൽ ആ സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്കതിന് കഴിവുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളതാണ് സംയോജിത വ്യതിയാന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിങ്ങിൽ പറയുന്നത്. പഠിതാവിന് വൈകാരികമായിട്ട് ബന്ധമുള്ള സന്ദർഭമായിരിക്കണം. അങ്ങനെയുള്ളൊരു സന്ദർഭമാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണെങ്കിലും അയാളിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. എന്തുണ്ടെങ്കിൽ മാത്രം അയാൾക്ക് ഈ ഒരു സന്ദർഭവുമായിട്ട് വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രം. ഇതാണ് ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ സംയോജിത വ്യതിയാന നിയമം. അഞ്ചാമത്തെ നിയമമാണ് ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെന്റ്സ്, ഘടകങ്ങളുടെ പ്രഭവ നിയമം. People tend to respond to the most important aspects of a situation and ignore the irrelevant ones. Law of prepotency of elements. People tend to respond to the most important aspects of a situation and ignore the irrelevant ones. പഠിതാവ് ഒരു പുതിയ പഠന സന്ദർഭം കിട്ടുമ്പോൾ ആ സന്ദർഭത്തോട് അയാളുടെ രീതിയിൽ, അയാൾ സ്വയം തിരഞ്ഞെടുക്കുന്ന അയാളുടെ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു ശൈലിയിൽ പ്രതികരിക്കുന്നു. അയാളുടെ സ്വന്തം ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പഠന സന്ദർഭത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ, പ്രഭാവ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ആ ഘടകങ്ങളെ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്നു, ആ ഒരു സന്ദർഭത്തോട് പ്രതികരിക്കുന്നു. അല്ലാതുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, അയാൾ തള്ളിക്കളയുന്നു. ഇതാണ് ഘടകങ്ങളുടെ പ്രഭവ നിയമം എന്ന് പറയുന്നത്, ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെന്റ്സ്. അടുത്തത് ധ്രുവീകരണ നിയമമാണ്, ലോ ഓഫ് പൊളാരിറ്റി. Connections are formed more easily in the direction they were originally formed. Law of polarity പറയുന്നത് connections are formed more easily in the direction they were originally formed. ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിക്കുന്നത് അതേ ദിശയിലുള്ള ബന്ധം വിപരീത ദിശയിലുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കുമെന്നാണ് ധ്രുവീകരണ നിയമം പറയുന്നത്, ലോ ഓഫ് പൊളാരിറ്റി. ഇത്രയുമാണ് തോണ്ടേക്കിൻ്റെ അനുബന്ധ നിയമങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. 2023 ഒക്ടോബറിലെ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലോ ഓഫ് അനലോഗി ഈസ് ആപ്ലിക്കബിൾ ഇൻ ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് അനലോഗി? ഓപ്ഷൻ എ, ലേണിംഗ് ഈസ് ഗൈഡഡ് ബൈ ദ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഓർഗാനിസം. ഓപ്ഷൻ ബി, ലേണിംഗ് ടേക്ക് പ്ലേസ് വെൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദ ലേണർ ഗെറ്റ്സ് പ്ലഷർ ഔട്ട് ഓഫ് ഇറ്റ്. ഓപ്ഷൻ സി, an individual responds to a new situation on the basis of the responses made by him in similar situations in the past. Option D, response from a learner is obtained only when the learner is associated with any situation to which he is sensitive. ക്വസ്റ്റ്യൻ എന്താണ്? ലോ ഓഫ് അനലോഗിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ലോ ഓഫ് അനലോഗിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആൻ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു എ ന്യൂ സിറ്റുവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ റെസ്പോൺസസ് മെയ്ഡ് ബൈ ഹിം ഇൻ ദ സിമിലർ സിറ്റുവേഷൻ ഇൻ ദ പാസ്റ്റ്. സദൃശ്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്.